അമ്മച്ചി ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാണ്. സബോളയാണ് കേട്ടോ, ഉള്ളിയല്ല. ഇവിടെയാണ് തലകുത്തി മറഞ്ഞത്. അതേപോലെ തന്നെ ജിലേബി, ഷുഗറിന്റെ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം വെളുത്ത് വരുന്നുള്ളൂ. ഞാൻ നിൽക്കുന്നത് സാഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ നല്ല തണവാണ്, ടെമ്പറേച്ചർ 7 ഡിഗ്രിയാണ്. അപ്പം നന്നായിട്ട് കിടന്ന് ഉറങ്ങി കുറച്ച് നേരം ഇവിടെ ഒതുക്കി നിർത്തിയിട്ട്, പക്ഷെ ഇവിടെ ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ബാക്കി വീഡിയോസ് നമുക്ക് കാണാം. ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്നത്. പുറത്ത് സൂര്യൻ ഉദിച്ചു വരുന്നു ഇങ്ങനെ അടിപൊളിയായിട്ട്. ഞാനിവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ടോൾ ഗേറ്റിൻ്റെ അവിടെയാണ്. ടോൾ ഗേറ്റിൻ്റെ അവിടെ നിർത്തിയിട്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ടോയ്ലറ്റും കാര്യങ്ങളും, അതിനകത്ത് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി വേറെ എവിടെയെങ്കിലും ചെന്ന് ഫ്രഷപ്പ് ആവാനുള്ള കാര്യങ്ങൾ നോക്കി നോക്കാം. വരുന്ന വഴിക്ക് നല്ലൊരു ഉള്ളിയുടെ തോട്ടം കണ്ടു. അത് കണ്ടിട്ട് ഇറങ്ങിയതാണ് സംഭവം. പക്ഷെ പട്ടികൾ എന്നെ ഇവിടെ നിലം തൊടിക്കുന്നില്ല എന്ന് പറയില്ലേ, കുറേ പട്ടികൾ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ഓടി വരിക. അപ്പോൾ ആ തോട്ടം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങ് അകലെയാണ് അവർ വീടൊക്കെ കാണുന്നത്. ഇത് അവിടെ ഒരു വീട് കാണുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല, ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തേക്കാം മുള്ളുവേലി വെച്ചിട്ട്. അപ്പോൾ അത് കാരണം ഇതൊക്കെ നനയ്ക്കുന്നത് കണ്ടു. ഞാൻ ഇവിടെ അടുത്ത് നിന്ന് കണ്ടു. പക്ഷെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും പട്ടികൾ ഓടി വരുന്നത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയില്ലേ. അപ്പോൾ വേറെ വല്ല സ്ഥലത്തായിട്ട് നമുക്ക് നല്ലത് കാണാൻ പറ്റുമെന്നുള്ളത് നോക്കി നോക്കാം. അങ്ങനെ ഞാൻ കുളിക്കുന്നേക്കാളും മുന്നേ നമ്മുടെ പ്രാന്തനെ കുളിപ്പിക്കാൻ പോവാണ്. ഇവിടെ റോഡ് സൈഡിൽ തന്നെ നോക്കിയപ്പോൾ എന്താ പരിപാടി, വണ്ടി വാഷിങ്. വെറും 50 രൂപ വണ്ടി ഫുള്ള് വാഷ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രാന്തനെ ഒന്ന് കുളിപ്പിച്ച് ചുള്ളനാക്കാം. എന്തായാലും തൃശ്ശൂരിൽ നിന്ന് പോകുന്നതിന് ശേഷം പ്രാന്തൻ നല്ലൊരു കുളിച്ചിട്ടില്ല, ഒന്ന് മൊത്തത്തിൽ അടിപൊളി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഭയ്യാ, ആളിതേ പൊള്ളിക്കാനാണ് പോണത്. അമ്മോ, കല്ലൊക്കെ അങ്ങോട്ട് പ്രാന്തൻ്റെ ഫുൾ ചെളി അങ്ങോട്ട് പോട്ടെ. പൊരിക്ക്. അപ്പോൾ ആള് കഴുകട്ടെ കേട്ടാ. എങ്ങനെയാണ് പടക്കണേന്ന് നോക്കട്ടെ. അമ്പൂരിക്കുള്ള കഴുകല്. അവനങ്ങനെ നമ്മുടെ വണ്ടിയെ കുളിപ്പിച്ച് കൂട്ടപ്പനാക്കിയാണ് കേട്ടോ. പ്രാന്തനെ സൂപ്പർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. രാവിലെ തന്നെ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. വെരി ഗുഡ്. നമ്മുടെ പ്രാന്തനെ സുന്ദര കുട്ടപ്പനാക്കി തന്നിട്ട് കെട്ടപ്പ് നോക്കിയവൻ. ആയ്, പക്ഷെ തണുത്ത് പാവത്തിന് വയ്യാണ്ടായിണ്ടാവും. ഇപ്പം ടെമ്പറേച്ചർ 9 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് സർവീസ് സ്റ്റേഷൻ തുടങ്ങണമെങ്കിൽ എന്തെല്ലാം ലൈസൻസുകളും കാര്യങ്ങളും സംഭവം നോക്കിയത്. അവിടെ ഒരു ചേട്ടൻ സർവീസ് സ്റ്റേഷൻ നടത്തണുണ്ടോ. അതുപോലെ അപ്പുറത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒരു കുഴപ്പമില്ല. ഇവർക്ക് ആകെ വേണ്ടത് ഒരു ഇതേപോലത്തെ ടാങ്ക്, 2 മോട്ടർ. അവിടെ ഒരു വലിയ ടാങ്ക് കിട്ടിയേക്കണം. ഇങ്ങനെ ഒരു സാധാ സ്ഥലം ഇത്രയ്ക്കുള്ളൊരു സെറ്റപ്പിലാണ് ചെയ്യണത്. വെള്ളമൊക്കെ താഴത്തേക്ക് തന്നെത്താൻ വലിഞ്ഞു പോകും അടിവശത്തേക്ക്, ഈ ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലാണ് സർവീസ് സ്റ്റേഷന് ബുദ്ധിമുട്ട്. അഴുക്കാവും, വെള്ളം കിണറ്റിലെ നാശമാവും. ഇവിടെയൊന്നും ഒരു പ്രശ്നമില്ല. അതേ നോക്കി, തൊട്ട് ഹൈവേയുടെ സൈഡിലാണ്. ക്രഷറുകളായാലും വണ്ടി കഴിയുന്ന സ്ഥലങ്ങളായാലും ഒന്നിനും ലൈസൻസോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് അവർ സന്തോഷിക്കണം. നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴത്ത് അവിടെ ഉള്ളിത്തോട്ടം ഉണ്ട്. അവിടേക്ക് പോകാൻ പറ്റുമെന്ന് ഇവനോട് ചോദിച്ചു നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് കാഴ്ച ആ വഴിയിലേക്കൊന്ന് തിരിക്കാം. ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ സർവീസ് ചെയ്ത സ്ഥലം. അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ വീടാണിത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചായ തന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ചു. ഞാൻ ഈ ഉള്ളിത്തോട്ടം കാണാൻ വേണ്ടിയിട്ട്, ഉള്ളി തന്നെയാണ് തോന്നുന്നത്, അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ അവിടെ നിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ആൾ കാണിച്ചു തരും. ഉള്ളി തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളി തന്നെയാട്ടോ സംഭവം, മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇത് പൊട്ടിച്ച് ഒരെണ്ണം അടിയിൽ നിന്നൊക്കെ കിട്ടുമോ, വല്ലതും ഉണ്ടോ അടിയിൽ എന്നൊക്കെ ഒന്ന് ഞാൻ നോക്കട്ടെ. എരുമയുടെ പാൽ വെച്ചിട്ടുള്ള ചായയാണ് ഈ അമ്മച്ചി നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അമ്മച്ചി അവിടെ ഇരിക്കുകയാണ്. ഇതാണ് ഇവരുടെ പരിപാടികൾ. ഏക്കായേ ഡോണ, അതെന്തിട്ടാണോ പരിപാടി? ഈ ഇലയൊക്കെ ചുറ്റിയിട്ടുള്ള എന്തോ ഒരു പരിപാടിയാണ്. എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. दुकान में
ഇവർ ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഇത് ഇലയും കൊണ്ട് ഇങ്ങനൊരു എന്താ പറയുക പ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് കടയിൽ കൊണ്ട് വിൽക്കും പറയാം. കിത്തന മിലക ചപ്പാത്തി നമ്മുടെ വണ്ടി കഴി തന്ന ആളാട്ടാ. ചപ്പാത്തിയും അതുപോലെ തന്നെ എന്തിനാ കഴിക്കുന്നത്, റൊട്ടിയും സാമ്പാറുമാണ് കഴിക്കുന്നത് അവര്. അതേപോലെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, വീടിൻ്റെ ഉള്ളിൽ നിറച്ച ആൾക്കാരുകളൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. എന്തായാലും നമുക്കൊരു സന്തോഷമായി രാവിലെ തന്നെ വണ്ടി കഴുകാനെത്തിയിട്ട് ഇവരൊക്കെ കണ്ട് വർത്താനം പറയാനും ഇവരുടെ വീടും കാര്യങ്ങളും ഇവരുടെ തോട്ടങ്ങളും ഉള്ളിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയതും. അമ്മച്ചി എവിടെ? അമ്മച്ചി തുമാരെ മാം കിതറ ചായ ബനാത്തെ വാലെ उसका देने के लिए किचन में मैं अंदर जाने का ദേ അമ്മച്ചി ദേ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ കേട്ടോ. ഈ അമ്മച്ചിയാണ് എനിക്ക് ചായ ഉണ്ടാക്കി തന്നത്. അമ്മച്ചി നാം ക്യാ ഹൈ? നാം ബതാവോ? ക്രാന്തിബായ്. ക്രാന്തിബായ് എന്നാണ് പേര്. ദേ അമ്മച്ചി നോക്കിയേ, ഇവിടെ ചാണാനൊക്കെ ഇട്ട് ആണ് കത്തിക്കണ കേട്ടാ. ഇവരെ കത്തിക്കണ സാധനം കണ്ടോ? അതുപോലെ റൊട്ടിയാണോ ഇത്? ചപ്പാത്തി റൊട്ടി ചപ്പാത്തി എന്നും പറയാം, റൊട്ടി എന്നും പറയാം. അമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കൾക്കൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് പേരപ്പോൾ അവിടെ വണ്ടി കഴുകണ പരിപാടികൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെയാണ്. എന്തായാലും നമുക്ക് ഇവര് ഉള്ളിത്തോട്ടം കൂടി കണ്ടിട്ട് നമുക്കൊന്ന് ഇത് തന്നെയാണ് ഉള്ളിത്തോട്ടം എന്ന് പറഞ്ഞാൽ. ഈ സൈഡിലേക്ക് ഫുള്ള് ഉള്ളിയും കാര്യങ്ങളൊക്കെയാണ്. ഈ സൈഡ് ഇത് ഉള്ളിയല്ല, ഇത് നെല്ല്. ഉള്ളി അപ്പുറത്തെ സൈഡാണ്. ഇത്ര അധികം സ്ഥലമുള്ള ആൾക്കാരാണ് കേട്ടോ. ഒരു വീടിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലുണ്ട്. ഇത് ഓടൊക്കെ നോക്കി നിങ്ങൾ, ഒരു പ്രത്യേക സൈസ് ഓട് സംവിധാനങ്ങളൊക്കെയാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ കൂടി ഒന്ന് പോയി കാണാം. ചേട്ടൻ ദേ നോക്കിയേ ഉള്ളിക്കടയൊക്കെ ചവിട്ടി പോകണത്. ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കതിൽ ചവിട്ടാൻ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൂടെ നടക്കട്ടാ. എന്തായാലും ദേ ഇത് ഉള്ളി തന്നെയാണ്, ഫുള്ള് ഉള്ളി നട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിയുടെ അടിയിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതെ ഇതിവിടെ കാണാണ്ട് കണ്ടോ, സബോളയാണ് കേട്ടോ, ഉള്ളിയല്ല. സോറി, ഞാൻ ഉള്ളിന്ന് എപ്പോഴും പറയണേ. സബോളയാണ്. കാണാൻ പറ്റുമോ? ഇത്ര കാണാം. പൊട്ടിക്കണ്ട, കാരണം ചെറുതല്ലേ, വെറുതെ നമ്മൾ എന്തിനാ അത് പൊട്ടിച്ച് നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ഫുള്ള് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ ആയേ? ചപ്പാത്തി ഉണ്ടാക്കണ സാധനം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇങ്ങനെ വരെ നിരന്ന് കിടക്കുന്ന പാടങ്ങളാണ്. ഞാൻ ഈ ക്യാമറ എടുത്ത് ഇറങ്ങിയപ്പോൾ ഇതേ കുറേ കുഞ്ഞുമക്കളൊക്കെ ഇവിടെ വന്ന് എന്നെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നുണ്ട്, കുറേ ചേട്ടന്മാരൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ അങ്ങനെ നീങ്ങാം. ഇനി അവിടെ അപ്പുറത്ത് എന്തോ തോട്ടമുണ്ട്, എന്താണെന്ന് നോക്കാം നമുക്ക്. ഓ യെല്ലോ വാല സർസോമൻ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? അതെ, നമ്മൾ ഈ കണ്ടിട്ടുള്ള സാധനം ഗ്രീൻ പീസിന്റെ ആണ് കേട്ടോ. ഗ്രീൻ പീസ് ആണ്, ഫുള്ള് ഗ്രീൻ പീസ് തോട്ടാണ്. ഗ്രീൻ പീസ് തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക സൈസ് ഗ്രീൻ പീസാണ്. നമ്മുടെ സാധാ നാട്ടിൽ ഉണ്ടാവുന്ന പോലത്തെ ഒരു ഗ്രീൻ പീസൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ, സംഭവം ഗ്രീൻ പീസ് തന്നെ, പക്ഷേ വേറെ രീതിയിലാണ് ഇവർ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി കാഴ്ചയാണ്. ഇത് ഫുള്ള് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ കടുക് നിൽക്കണുണ്ടോ? കടുക് വറ. ഓ രാവിലെ തന്നെ എന്തൊരു രസം. കടുക് ഇങ്ങനെ ഫുള്ള് അവിടെ ഇവിടേക്ക് എഴുതി, അവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് കടുക് തന്നെയാണ്. അപ്പോൾ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടായി റെഡിയായി ഇങ്ങനെ നിൽക്കാന്ന് പറയില്ല. ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇവർ കൂടുതലും കടുക് ഇവർ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ദേ ഈ ബായിയാണ് എനിക്ക് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നത്. നമ്മുടെ അകലെ അവിടെ പ്രാന്തം കിടക്കുന്നുണ്ട്. പിന്നെ ദേ നമ്മൾ അതിലാണ് ഇങ്ങനെ ചുറ്റിയടിച്ച് വന്നത്. അപ്പോൾ എന്താ പറയുക, ഉള്ളിയുടെ സബോളയുടെ തോട്ടം കണ്ടു, അതുപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ തോട്ടം കണ്ടു, അതുപോലെ തന്നെ ദേ ഇവിടെ കടുക് തോട്ടങ്ങൾ കണ്ടു. എല്ലാം കണ്ട് ഞാനിനി പ്രാന്തൻ്റെ അടുത്തേക്ക് പോകും. അതാ ഇനി സന്തോഷമായിട്ട് മുന്നിലേക്ക് പോവാണ്. അപ്പോൾ എന്താ പറയുക, ഉഷാർ വരട്ടെ അങ്ങോട്ട് ആർക്ക്? എനിക്ക് തന്നെ. അപ്പോൾ അങ്ങനെ പുതിയ കാഴ്ചകളും തേടി ഞാനിതാ വീണ്ടും ഇങ്ങനെ പോകുന്നു. ഈ എൻ്റെ ബാക്കിൽ കാണുന്ന സംഭവമാണ് ക്രഷർ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ കൂടി മിക്സ് ആവുന്നത്. അതായത് മിക്സായിട്ട് തരം തിരിച്ച് വീറുന്നത്. നമ്മുടെ വലിയ കല്ല് കൊണ്ടുവന്ന് പൊടിച്ച് കഴിയുമ്പോൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടേക്ക് ഈ സൈഡിലേക്ക് ബേബി മെറ്റൽ വരും, ഈ സൈഡിലേക്ക് അരഞ്ച് മെറ്റൽ, 1.5 ഇഞ്ച് മെറ്റൽ, അതുപോലെ തന്നെ അപ്പുറത്ത് പൊടി, അങ്ങനെയായിട്ടെല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് തരം തിരിച്ച് പോണത്. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇങ്ങനെ കാണില്ല. ഇവിടെ യാതൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കറണ്ടിൻ്റെ കമ്പി വരെ 1 ടൺ കനമുള്ള കമ്പികളില്ലേ, അതുവരെ പോസ്റ്റ് ഇടാണ്ട് താഴത്തേക്കടെയാണ് ഇട്ടിട്ടുള്ളത്. അതുവരെ ഒരു പ്രശ്നമില്ല എന്ന് പറയില്ലേ.
അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇവിടെയൊക്കെ കാര്യങ്ങൾ ചെയ്യണത്. വേണ്ട, ഇതാണ് ജാക്കിയമ്മർ എന്ന് പറയണത്. ഓടാനുള്ള എൻജിൻ വരണം, പിന്നെ അത് കൂടാണ്ട് എന്താ പറയുക, കുഴിയടിക്കാനുള്ള ഒരു കംപ്രസർ വേറെ. ഇതാണ് ജാക്കിയമ്മർ എന്ന് പറയുന്ന സാധനം. ഈ സാധനത്തിൽ ഈ കമ്പി ഇടും. ഒരു കമ്പി ഇട്ട് കഴിഞ്ഞിട്ട് ഡ്രില്ല് ചെയ്യണത് അതിലാണ്, എയറിൻ്റെ ഹോസ്. ഇതാണ് സെറ്റപ്പ്. എന്നിട്ടാണ് നമ്മൾ പാറ തുളയ്ക്കാന്ന് പറയില്ലേ, ആ ഒരു സംഭവം ചെയ്യണത്. അതായത് നമ്മുടെ കുഴൽക്കിണറിൻ്റെ ഈ ആൾക്കാരാണ് നമുക്ക് ഇതൊക്കെ കാണിച്ചു തന്നത് കേട്ടോ. എല്ലാ പയ്യന്മാരും ഇവിടെയുണ്ട്. അപ്പോൾ താങ്ക്സ്. റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇവിടെ ഒരു വണ്ടി മറിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. എന്താ സാധനം, പഞ്ഞിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. പഞ്ഞിയുടെ വണ്ടിയാന്ന് തോന്നുന്നു. അതെ, പഞ്ഞി വണ്ടിയാ. കാറ്റ് പിടിച്ചതാ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഇത്ര ഹൈറ്റിൽ ഈ സാധനം കയറ്റി പോകുമ്പോൾ എന്തെങ്കിലും പെശകാവും എന്നുള്ളൊരു കാര്യം പറഞ്ഞില്ലേ. പഞ്ഞി വണ്ടിയാണ്. दोनों का एक है, दोनों लगेंगे। बोले थे आप 32 €, 21-22 लाख है, 21-23 का। മറിഞ്ഞു കിടക്കുന്ന വണ്ടിയുടെ അടുത്തേക്ക് എത്തി. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ പഞ്ഞി കയറ്റി പോകുന്ന വണ്ടികൾ കണ്ടമാന ഹൈറ്റിൽ പഞ്ഞി കയറ്റി പോകുമ്പോഴേ കാറ്റ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇത് കാറ്റ് പിടിച്ചിട്ടല്ല, ഞാനിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞത്. ആൾ ഉറങ്ങിപ്പോയി. അപ്പോൾ അത് കാരണം നേരെ വണ്ടി വന്നിട്ട് നേരെ താഴത്തേക്ക് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഫുള്ള് പഞ്ഞിയായിരുന്നു. പുതിയ വണ്ടിയാണ് കേട്ടോ. ഫുള്ള് പഞ്ഞിക്കെട്ട് താഴെ ഇങ്ങനെ തവിട് പൊടിയായിട്ട് കിടക്കുകയാണ്. കണ്ടോ, വണ്ടിയിൽ ഇനി ഒരു തുണ്ട് ലോഡില്ല. വണ്ടി ഫുള്ള് കാലിയായി. ഇത് എന്ത് പഞ്ഞിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ഞി തന്നെ. പഞ്ഞി എന്ത് സൈസാന്നുള്ളതൊന്നും അറിയണില്ല. എൻ്റെ അമ്മേ, ഞാൻ ഇപ്പോൾ തന്നെ വീണേനെ. ഓക്കെ, ഇത് പുതിയ വണ്ടിയായിരുന്നു കേട്ടോ. പുത്തൻ വണ്ടി എന്ന് പറഞ്ഞാൽ പുത്തൻ വണ്ടി, കടും പുത്തൻ വണ്ടിയാണ്. ഇപ്പോൾ സാധനം മറിഞ്ഞു പോയിട്ട് ഇനിയിപ്പോൾ പുതിയതാ പഴയതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും സംഭവിച്ചു, വണ്ടിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഒരു സൈഡ് ചെറുതായിട്ട് ഇതായിട്ടല്ലാണ്ട് വേറെ ഒന്നും പറ്റിയിട്ടില്ല. ഡീസലൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു കുറച്ച് നേരമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായിട്ട് കേട്ടോ. വീല 2, 4, 6, 8, 10, 12 വീല് വണ്ടിയാണ്. എന്തായാലും വണ്ടിയിൽ നിന്നുള്ള സാധനങ്ങൾ റോട്ടിലെടുത്ത് ഇങ്ങനെ ഫുള്ള് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോൾ ഇത് ഇവിടുന്ന് മാറ്റി വെച്ച് ശരിയാക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇതുമ്മ കിടന്ന് പ്രയത്നിച്ച് പണിയുണ്ട് കേട്ടോ. പഞ്ഞി ഉള്ളിലേക്ക് തട്ടി കയറ്റുന്നു. അതുപോലെ എന്തൊക്കെയോ പരിപാടികളാണ് സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെയാണ്. ഇതാണ് വണ്ടിയുടെ ഉൾവശം. എല്ലാ ചാക്കും താഴെ പോകുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊക്കെ ചിരിക്കുക. എന്തായാലും ഹാപ്പി ആയിരുന്നുകൊണ്ട് പറഞ്ഞത്. അതേപോലെ ചിരിക്കണത്. ഡ്രൈവർക്ക് ഇതറേ ഉദർബിയനാ. അപ്പോൾ ഡ്രൈവർ അതേ അവിടെ നിൽക്കുന്നുണ്ട്. വണ്ടി കയറ്റാനായിട്ട് ഹൈവേയുടെ 2 വണ്ടി വന്നിട്ടുണ്ട്. ഭയ്യ കിतना बजे? 4 बजे आगे नहीं वो नील गाय है। नील? हाँ, नील का मतलब क्या है? गाय नील गाय जंगल वाली। हाँ. അപ്പോൾ ഇദ്ദേഹമായിരുന്നു ഡ്രൈവർ. അങ്ങനെ പറ്റിപ്പോയി. എന്തായാലും ആത്മിക്കോ കുച്ച് പ്രോബ്ലം നെയ്യേ, ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ അതാരും കുഴപ്പമില്ല. വണ്ടി നാശമായാലും ഇപ്പോൾ ഇത്രയ്ക്കുള്ളൂ, നന്നാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. വണ്ടികൾ ശ്രദ്ധിച്ച് ഓടിക്കാൻ. ഇതാണ് ഹൈവേയുടെ വണ്ടി, എമർജൻസി ഹൈവേ അതോറിറ്റിയുടെ വണ്ടിയാണ്. 10:33. ഇതിൽ കോൾ ചെയ്താൽ മതി. എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 10:33 നമുക്ക് ആവശ്യം വരാണ്ടിരിക്കട്ടെ അല്ലേ. ഓക്കെ, നമ്മുടെ പ്രാന്തൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം. മെല്ലെ പോവാം. ഇതെന്തത്, ഇതേ അടുത്ത വണ്ടി മറിഞ്ഞ് കിടക്കണം. വണ്ടികൾ മറിഞ്ഞത് മാത്രം ഹൈവേയിൽ. ഇതെന്ത് പരിപാടി ഇത്? അയ്യോ, ഇതെന്ത് വണ്ടിയാ? ഇതേ പഞ്ഞി വണ്ടി. ഞാൻ പറഞ്ഞതിന് വല്ല വ്യത്യാസം ഉണ്ടോ? പഞ്ഞി വണ്ടികൾ മുഴുവൻ ഹൈവേയിൽ എന്നേലും തൊടാണ്ട് അല്ലക്കാന്നേ. പിന്നെ ഇത് മറിയാണ്ടിരിക്കോ? ഓക്കെ, ഇതും അടുത്ത വണ്ടി, പുത്തൻ വണ്ടി, കടും പുത്തൻ വണ്ടി. ഇതേ ക്രെയിൻ വന്നിട്ടുണ്ട് ഇവിടെ. ഇത് അതിനും കടും പുത്തൻ വണ്ടി. അതായത് ഫസ്റ്റ് ഓട്ടം പോയായിരുന്നു ഈ വണ്ടി. ഫസ്റ്റ് ഓട്ടം പോയതായിരുന്നു ഈ പഞ്ഞി കയറ്റിയിട്ട്. ഇതും പോയി ചാലിലേക്ക് അതേപോലെ തന്നെ. ഇത് ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ ആരും ഇത് കയറ്റാനൊന്നും നോക്കണില്ല. ഇതിൻ്റെ ചുറ്റും നിറച്ചും ആൾക്കാരുണ്ട്, അത്രമാത്രം തന്നെ. അതായത് ഒരു കന്നിയോട്ടം പോകുമ്പോൾ സാധനം തലകുത്തി മറിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇതിൻ്റെ മുതലാളിക്ക് ഏതാണ്ട് 150 വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ടയറൊക്കെ കണ്ടോ, ഓടി തുടങ്ങിയിട്ട് റോട്ടിൽ ഇറങ്ങിയിട്ടുള്ളൂ. പുത്തൻ ടയറുകളാണ്. അതേപോലെ ഈ മരമൊക്കെ നോക്കി, ഒരു തുണ്ട് ഇതോ കാര്യങ്ങളോ വേറെ യാതൊന്നുമില്ല. അടിപൊളി ഒരു പുത്തൻ വണ്ടിയാണ് തലകുത്തി മറിഞ്ഞത്. ടയറൊക്കെ ഉണ്ട്. സംഭവമൊക്കെ പെടെയാണ്. ഇദ്ദേഹമാണ് കേട്ടോ ഇതിൻ്റെ ഡ്രൈവർ. അപ്പോൾ ആളോട് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയ.
ഹൈവേന്ന് കുറച്ചുള്ളിലേക്ക് മാറിയിട്ട് നമ്മളൊരു കാഴ്ച കണ്ടപ്പോൾ വണ്ടി എടുത്ത് ഇങ്ങനെ വന്നതാണ് കേട്ടോ. കുറച്ച് പൊട്ട വഴിയാണ്, എന്നാൽ കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നോക്കുമ്പോൾ കണ്ടമാനം മണൽ പോലെയാണോ എന്താണെന്ന് വ്യക്തത കിട്ടണില്ല. അപ്പോൾ അതൊന്ന് നോക്കി മനസ്സിലാക്കാമല്ലോ എന്താ സംഭവം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. വിജനായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മണ്ണ് കട്ടിങ് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാനിങ്ങോട്ട് കയറിയതാണ്. സംഭവം അത് റോഡ് ഇതാക്കാനാണോ അത് ഇനിയിപ്പോൾ മണ്ണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എടുക്കണ മലകളാണോ എന്നുള്ള സംഭവം അറിയില്ല. അപ്പോൾ ഇവിടെ ഫുള്ള് ഇതേപോലത്തെ സ്ഥലങ്ങൾ തന്നെയാണ്, മണ്ണ് എടുക്കണതോ അങ്ങനെയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളാണ് ഫുള്ള് കുഴിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഒരു കുളം പോലെ കുത്തിയിട്ട് അതിനകത്ത് വെള്ളമൊക്കെ കാണാനുണ്ട്. ഇവിടെ ആൾക്കാരോ കാര്യങ്ങളോ യാതൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ദൂരം ഇതിലിങ്ങനെ ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വേറെ പരിപാടികളൊന്നും ഇല്ലാത്ത കാരണം ഇവിടെയൊക്കെ കണ്ടത് പ്രാന്തൻ ഇവിടെ കിടക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി ഇപ്പോൾ ചുള്ള മണി കുട്ടനായിട്ടാണ് പ്രാന്തൻ. അപ്പോൾ തണുപ്പ് ചെറുതായിട്ട് മാറി ഇപ്പോൾ ഒരു 18 ആയി. അപ്പം ഇനിയിപ്പോൾ കോട്ട് ഊരിയിടാം. ഈ സൈഡിൽ നിന്ന് അങ്ങ് ഏറ്റവും വരെ ഒരേപോലെ റോഡിൻ്റെ സൈഡിൽ ഒരു കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ അകലേന്ന് നോക്കുമ്പോഴേ ഞാൻ വിചാരിച്ച മണ്ണ് മലയാണ്, മാന്തി കഴിഞ്ഞാൽ മണ്ണ കിട്ടാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ്, മണ്ണ് പോലെ തന്നെയാണ്, കല്ലൊന്നുമില്ല. നല്ല ഫുൾ ഏരിയ കണ്ടു നിൽക്കുന്നൊരു ഇത് നോക്കി, വിജനമായ പ്രദേശം. ആകെ എന്താ പറയുക, മണ്ണെടുപ്പ് മാത്രം. അപ്പോൾ ഹൈവേയിലൂടെ വരുമ്പോൾ കുറച്ചുള്ളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകൾ കാണാം. ആരും മിസ് ചെയ്യരുത്. വെറുതെ ഫുൾ സ്പീഡിൽ വണ്ടി ഇങ്ങനെ ഹൈവേക്കടെ ഓടിച്ച് പോയിട്ട് കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ പറ്റി. അതായത് നല്ല സ്ഥലങ്ങൾ മാത്രം കാണുക, അപ്പോൾ അതുകൊണ്ട് ഫുള്ള് സ്പീഡിൽ അങ്ങ് കത്തിച്ച് വിടുക. പക്ഷേ ഈ പ്രാവശ്യം നേരെ തിരിച്ചാമറിച്ചാണ്. എല്ലാ സ്ഥലങ്ങൾ കണ്ട് ആസ്വദിച്ചിങ്ങനെ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാന്തലിൽ കയറി ഇനിയും എല്ലാം സഞ്ചരിച്ച് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കാം. അങ്ങനെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ എന്ന് പറയില്ലേ, പാറക്കല്ല്, ശരിക്കും ഗ്രാനൈറ്റിൻ്റെ ഒക്കെ കല്ല് പോലത്തെ കല്ലുള്ള സ്ഥലം പൊളിച്ചു മാറ്റിയിട്ട് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. രണ്ട് സൈഡും അങ്ങനെ തന്നെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വണ്ടി ഒന്ന് നിർത്തി നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാൻ തോന്നി. ഒരു ഗ്രാനൈറ്റ് ഫീൽ ഉള്ളത് കൊണ്ട് ഒരടക്കടക്കായിട്ടൊക്കെയാണ് പാറകൾ ഇങ്ങനെ നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തായാലും ഇവിടെ നിന്ന് 2 ഫോട്ടോയൊക്കെ എടുത്ത് ഭംഗിയാക്കി കാര്യങ്ങൾ ഉഷാറാക്കിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നീങ്ങാം. ഞാനൊരു പമ്പിലെ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ വണ്ടി ആവറേജ് ഒരു 25 മൈലേജ് ഉണ്ട് കേട്ടോ. സാഗർ ഡിസ്ട്രിക്റ്റിലെ മാൽഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ആവശ്യമുണ്ടെങ്കിൽ എന്തോരം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് കട്ട് ചെയ്ത് നമുക്ക് ഇപ്പോൾ 1/2 കിലോ മതി എന്ന് പറഞ്ഞാൽ 1/2 കിലോ 180 രൂപ നന്നാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമ്മുടെ ആവശ്യത്തിന് മുഴുവൻ ചിക്കൻ മേടിക്കണമെന്നൊന്നുമില്ല. 1/2 കിലോ 250 എത്ര വേണമെങ്കിലും തരും. അതുപോലെ ഇവിടെ ഫിഷും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ തന്നെയാണ് കേട്ടോ. എല്ലായിടത്തും നമുക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മീൻ നമുക്ക് അവിടെ നമ്മുടെ നാട്ടിൽ മുറിച്ച് കിട്ടും. അതുപോലെ ചിക്കൻ മുറിച്ച് കിട്ടില്ല, ഫുൾ ചിക്കനല്ലേ കിട്ടുള്ളൂ. ഇവിടെ അങ്ങനെയില്ല. ഇപ്പോൾ ഈ കട അങ്ങനെ അടുപ്പിച്ചുണ്ട്. മാൽഡോൺ സിറ്റിയിൽ ഒരാൾക്ക് പോലും മാസ്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഇഷ്ടംപോലെ കടകളുണ്ട്, സ്ട്രീറ്റ് ഫുഡുകളുണ്ട്, ഞാനൊക്കെ കണ്ടു. ഇനി ആ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം അതൊക്കെ. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞില്ലേ, സമൂസ ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ ലൈവായിട്ട്. അതേപോലെ തന്നെ ജിലേബി, ഒരു പ്രത്യേക സൈസ് ജിലേബി. അതുപോലെ തന്നെ പല പല പലഹാരങ്ങൾ, നമ്മുടെ ബജ്ജി കടകൾ പോലത്തെ സംഭവം. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ജിലേബി അവിടെ നിന്ന് കഴിച്ചു. നല്ലതാണ്, സൂപ്പറാണ്. അപ്പോൾ അത് കഴിച്ചിങ്ങനെ മെല്ലെ നടക്കുകയാണ്. വേറൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് TV കടയാണ് കേട്ടോ. ഇവിടുത്തെ TV കടയൊക്കെ കേട്ടോ എന്ത് കുഞ്ഞിതാന്ന് നോക്കിയേ. അതുപോലെ തന്നെ ഇവിടെ ഞാനൊരു വെറൈറ്റി ഉള്ള വേറൊരു സംഭവം കണ്ടു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് പഞ്ചസാര ഇല്ലേ, പഞ്ചസാരയുടെ കട്ടിയാണിത്, ഷുഗറിൻ്റെ കട്ടി ആയിട്ടുള്ളത്. അപ്പോൾ ചായയിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാനും അതിനുള്ള സംഭവത്തിനൊക്കെ ആയിട്ടാണ്. ഇത് ചായപ്പൊടിയും സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു കടയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇതിരിക്കണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ പുള്ളിയോട് ചോദിച്ചൊരു കഷ്ണം തിന്ന് നോക്കിയപ്പോൾ മനസ്സിലായേ. ഇനിയിപ്പോൾ ബാക്കി എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്തായാലും ഒരു സമൂസ കഴിച്ചാൽ ഒന്നും ഉണ്ടാവാൻ പോണില്ല. പിന്നെ ഇവിടെ ഒരു ഉള്ളിവട പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു സമൂസ കഴിച്ച് നോക്കട്ടെ. കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആ ഒരു സാധനം കടിയും കഴിച്ചു നോക്കും. താങ്ക് യു ഭയ്യ. ദൈവനാണ് കേട്ടോ എടുത്ത് തന്നിട്ടുള്ളത്. ഇതൊരു ബേക്കറിയും കൂടിയാണ്. വേറെ 5 രൂപയുടെ സമൂസ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചമ്മന്തിയിൽ ഒന്ന് ചെറുതായിട്ട് മുക്കുക, അടിക്കുക, അടിപൊളി. എന്തായാലും സമൂസ കഴിച്ചു, സമൂസ അടിപൊളിയാണ്. അപ്പം ഞാൻ അടുത്ത സാധനം പറഞ്ഞു, ബജ്ജി, വേറെ എന്തൊരു ഇല കൊണ്ടുള്ളത്. ആ
ഇതും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സ്ട്രീറ്റ് ഫുഡ് ഇവിടുത്തെ കഴിച്ചോ, പുറത്തൊക്കെ ഇറങ്ങിയിട്ട്. ഇത് നമ്മുടെ പരിപ്പുവടയുടെ വേറൊരു മായം, അടിപൊളി തന്നെയാണ്. പരിപ്പുവട പോലെ തന്നെ ഇഷ്ടമായി. ഞാൻ അടുത്ത വന്നിട്ടൊക്കെ കിട്ടാമെന്ന് നോക്കട്ടെ കേട്ടോ. അടിപൊളി സാധനങ്ങൾ ഇനി കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ അപ്പോൾ 2 സാധനം ടെസ്റ്റ് ചെയ്യണം. പൈസ കൊടുക്കാനായിട്ട് വന്നപ്പോഴേ ഇവിടെ നോക്കിയിട്ടുണ്ട് വേറെ അടിപൊളി സാധനം ഇരിക്കണം. മിൽക്ക് മിൽക്ക് ബർഫി മലായി. അപ്പോൾ ആദ്യം മിൽക്ക് കേക്ക് ഞാൻ ലേശം തിന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പം പിന്നെ ആ മലായി എന്ന് പറഞ്ഞ സാധനം കൂടി പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. 2 കഴിച്ചോട്ടെ, എന്തായാലും ഫുഡ് കഴിക്കണില്ല. അപ്പോൾ ഈ സാധനങ്ങൾ കഴിച്ച് വയറ് ഫുള്ളാക്കാന്ന് പറയില്ല, അതൊന്നും ചെയ്തോട്ടെ. എന്തുണ്ടാവുക എന്നുള്ളത് അറിയാലോ. ഒന്നോലെ വയറിന് പണി കിട്ടും, ഇല്ലെങ്കിൽ സന്തോഷം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഒന്ന് ട്രൈ ചെയ്യണ്ടേ. ചായ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ചായക്കട കണ്ടോ. പഴയ കാലത്ത് കറക്കിയിട്ട് തീ വരുതേ ഇതിൻ്റെ അടിക്കട, അങ്ങനെ ഒരു സെറ്റപ്പാണ്. കണ്ടോ ഇങ്ങനത്തെ അടുപ്പിൽ ഇങ്ങനത്തെ അരിപ്പയിലൊക്കെ അരിച്ചിട്ട് ആള് ചായ തരണ്ട്. സംഭവം എന്തായാലും ഒരു ഗ്ലാസ് മേടിച്ച് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാലോ. ഇവിടെയൊക്കെ അതുപോലെ തന്നെ കടകളും കാര്യങ്ങളൊക്കെയാണ്, ചെറിയ ചെറിയ നമ്മുടെ അവിടുത്തെ പോലത്തെ സാധനങ്ങൾ വിൽക്കാൻ പാടില്ലായിരിക്കൊന്നും ഇല്ല കേട്ടോ. എല്ലാ സാധനവും ഉണ്ട്, പുകയില സാധനങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പുകയില സാധനങ്ങളും ഒക്കെ ഉണ്ട്. ചേട്ടൻ എനിക്ക് ചായ തരികയാണ്. അപ്പം ചായ ഞാനൊന്ന് കുടിക്കട്ടെ. ചായ കുടിച്ചു, അടിപൊളി ചായ ആയിരുന്നു. 2 ചായ കുടിച്ചു, ബെസ്റ്റ് ആയതുകൊണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ പറയാനുള്ള വിശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ മാസ്ക്, ഒരാൾക്ക് പോലും മാസ്ക് ഒന്നുമില്ല. അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നു. പിന്നെ ഇപ്പം നമ്മൾ വീട്ടിലിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ? നമുക്ക് എൻജോയ് ചെയ്യാന്നേ, അല്ലാണ്ട് എന്തിനാ നമ്മൾ മാത്രം വീട്ടിലിരിക്കണേ? അങ്ങോട്ട് പോവന്നെ. ഇവിടുത്തെ ബാർബർ ഷോപ്പിൻ്റെ ഒക്കെ സെറ്റിങ്സ് ഉണ്ടോ നിങ്ങൾ? വലിയ സിറ്റിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവമൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതായത് ഇവിടെ നിറച്ചും ബാർബർ ഷോപ്പിൻ്റെ ഒക്കെ സ്ഥലങ്ങളാട്ടോ. ഞാനിങ്ങനെ സിറ്റിയിൽ നിന്ന് വിട്ട് ഇങ്ങനെ കുറച്ച് നടന്നു നോക്കിയതാണ്. അതെ ഇവിടെ കപ്പലണ്ടി വിൽക്കുന്നൊരു ചേട്ടനുണ്ട്. ഭയ്യ 100 ഗ്രാം കിतना रुपया? 15 രൂപയ്ക്ക് കപ്പലണ്ടി. അതേതോ ആൾക്ക് ഞാൻ പറയണതൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ എന്തായാലും ഞാൻ സംഭവം മേടിച്ചു, കഴിക്കട്ടെ. അതെ ഗ്യാസ് അടുപ്പിലൊന്നും അല്ല കേട്ടാ, ഉണ്ടാക്കണ അടുപ്പ് വേണ്ട. നിങ്ങള് ചാണാന് ഇങ്ങനെ കുഴച്ചിട്ട് വൈക്കോലിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു അട ഉണ്ടാക്കി കണ്ടില്ലേ രാവിലെ കത്തിക്കണത്, അതേപോലത്തെ ഒരു സാധനത്തിലാണ് ഈ സംഭവം സെറ്റ് ചെയ്തിട്ട് കപ്പലണ്ടി വറക്കണ കേട്ടാ. മണലൊന്നല്ല. റേത്തിലിട്ടിട്ടാണ് ഇയാൾ കെട്ടി തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ മേടിച്ച് വണ്ടിയിൽ കൊണ്ടുവയ്ക്കട്ടെ, എന്നിട്ട് കഴിക്കാം. അത് വറക്കാത്തതാണ്, ഇത് വറുത്തതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോവാം കേട്ടോ. 50 ടയറുള്ള വണ്ടിയാണ് കേട്ടോ കിടക്കണത്. 50 ടയർ. ഞാനിവിടെ ടോൾ പ്ലാസയുടെ അവിടെ എത്തിയതാണ്. ടോൾ പ്ലാസയുടെ അവിടെ എത്തിയപ്പോ കുറെ നേരമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എന്തായാലും അത് പൊളിയായി. നടു റോട്ടിൽ ഇതേ വേറൊരു വണ്ടി മറിഞ്ഞ് തവിട് പൊടിയായി കിടക്കണം. ഇതൊരു ട്രക്കാണ് കേട്ടോ. അപ്പൊ ആ വണ്ടിയുടെ ഉള്ളിൽ മൊത്തം എന്തിനാണെന്നറിയോ, നമ്മുടെ ബാറ്ററി സ്കൂട്ടർ ഇല്ലേ, ഫുള്ള് ബാറ്ററി സ്കൂട്ടറാണ് അതിൻ്റെ ഉള്ളിൽ. അത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് തവിട് പൊടിയായിട്ടുണ്ട്. ഞാൻ നെറ്റിൽ നോക്കിയപ്പോ നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞ ഒരു പാറക്കല്ല് റോട്ടിൽ തന്നെ ഇങ്ങനെ കാണുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പൊ എന്തായാലും അത് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി റോട്ടിൽ ഇങ്ങനെ നോക്കി വരുമായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒന്ന് ഫ്രണ്ടിലേക്ക് നോക്കിയേ. ഓ കല്ല് നോക്കി ഒട്ടിച്ച് വെച്ച പോലെ ഇല്ല ഇരിക്കണത്. ഞാൻ നമ്മുടെ പ്രാർത്ഥനയും കൊണ്ട് അതിന്റെ തൊട്ടടിയിലേക്ക് എത്തിയിട്ടാ. ഇവിടേക്കൊന്നും വണ്ടി വരില്ല, വഴിയൊന്നും ഇല്ല. പക്ഷെ ഞാൻ ഇങ്ങോട്ട് എത്തിച്ചു. ഒരു കല്ലക്കാൻ വ്യൂ കിട്ടണ്ടേ, അതിന് വേണ്ടിട്ട് വന്നതാ. അപ്പൊ എന്തായാലും പ്രാർത്ഥന ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിനെ പറയുന്ന പേരാണ് ബാലൻസിങ് റോക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് ഇരിക്കുന്ന ഒരു സംഭവം എന്നാ പറയണേ. വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന് ഒരു പ്രശ്നവും പറ്റില്ല. താഴത്തേക്ക് വീഴുക അല്ലെങ്കിൽ ഒരു സംഭവങ്ങളും ഉണ്ടാവില്ല.
അതുപോലെ തന്നെ വല്ല JCB വല്ല സാധനങ്ങളും കൊണ്ടുവന്ന് ചിലപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴത്തേക്ക് പോരും. അതുകൊണ്ട് തന്നെ ലൈൻ കമ്പി ഇതിൽ മുട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പൊ ഈ ഒരു സംഭവം കാണാൻ പറ്റിയത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇത്ര അടിപൊളി വ്യൂ കിട്ടിയില്ലേ. മധ്യപ്രദേശിൽ ഝാൻസി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇനിയുണ്ട് കേട്ടോ. 10-50 കിലോമീറ്റർ ഉണ്ട്. ഝാൻസിയിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പൊ പോകുന്ന റൂട്ടിലാണ് ഈ ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടിട്ടുള്ളത്. എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത കാഴ്ച എന്ന് പറഞ്ഞാലേ, ഒരു രക്ഷയില്ലാത്ത കാഴ്ച. അതായത് സൂര്യൻ അസ്തമിക്കണോട്ട് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒരു കല്ലിന്റെ മുകളിൽ വേറൊരു കല്ല് കയറ്റി വെച്ച് ഒട്ടിച്ച പോലെ. ഞാൻ അടുത്ത് നിന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ പ്രാന്തനൊക്കെ ഇവിടെ കിടക്കണു. ഇങ്ങനെ വിജനമായ ഒരു പ്രദേശം അടിപൊളിയായിട്ട് കാണാൻ പറ്റും. എൻ്റെ അമ്മോ, നമ്മൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടി പോവാണോ, സൂര്യൻ മെല്ലെ അടി പോയി തുടങ്ങി. ഇത് നോക്കിയേ, ഒരു കല്ല് കയറ്റി വെച്ച് ഒട്ടിച്ചേക്കാണ് സംഭവം. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി. അപ്പം എന്തായാലും ഇതിന് മുകളിലേക്കൊന്നും കയറാൻ പറ്റുമെന്ന് തോന്നണില്ല. കയറാൻ പറ്റുവാണോ ഇനി അറിയില്ല കേട്ടോ. സംഭവം ഞാൻ നോക്കിയിട്ടില്ല. പറ്റില്ല എന്ന് തോന്നണേ. എന്തായാലും താഴ്ത്ത് നിന്നിട്ട് എല്ലാ സൈഡും കണ്ടു. 2 പിടുത്തം മാത്രമേ ഉള്ളൂ. നോക്കി നിങ്ങൾ, 2 പിടുത്തം മാത്രമേ ഉള്ളൂ. ഹോള് കണ്ടു. ഇതെങ്ങനെ ഇരിക്കണാണാവോ. ഇനി വേറെ വല്ല സംഭവം ഉണ്ടോ എന്നുള്ളത് നെറ്റിൽ നോക്കി നോക്കേണ്ട വരും കേട്ടോ. എന്തായാലും കിടുക്കി പൊള്ളിച്ചു. നമ്മുടെ പ്രാന്തനും കിടക്കണോ അതോടൊപ്പം തന്നെ. ഭയങ്കരമായ കാഴ്ച. അപ്പം നേരം ഒരുപാട് വൈകി. ഞാൻ ഈ പാറക്കൂട്ടത്തിനോട് വിട പറഞ്ഞ് ഇവിടെ നിന്ന് നീങ്ങാൻ പോവാണ്. അങ്ങനെ ഞാനും പ്രാന്തനും കൂടി കുറേ ഫോട്ടോസ് എടുത്തു. നല്ല സന്തോഷമായിട്ടുള്ള ആംഗിളുകൾ കിട്ടിയത്. ഇതേപോലെ നിർത്തിയിട്ടാണ് ഞാൻ എൻ്റെ പ്രാന്തനെ കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുത്തത് ഈ വ്യൂ അനുസരിച്ച്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി പറയാൻ ഇത് എന്താ പറയുക, അത്ര ഇഷ്ടമായി ഈ സ്ഥലം. വേറെ ഒന്നും പറയാനില്ല. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇനി ഝാൻസിയിലേക്കാണ് കേട്ടോ പോണത്. ഝാൻസിയിലേക്ക് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 100 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്ന് ഝാൻസി പിടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണേ. അറിയില്ല എത്രത്തോളം ഓടിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടം വരെ എത്തും. അപ്പോൾ അവിടെ ചെന്നിട്ട് വല്ല ഫുഡ് കിട്ടുകയാണെങ്കിൽ അത് കഴിക്കും. അത് കഴിച്ചിട്ട് അവിടെ കിടന്നുറങ്ങും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയാലോ. എനിക്കിവിടെ കുറച്ച് നേരക്കടി ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നു. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പോകണുള്ളൂ. നമ്മൾ ഉത്തർപ്രദേശിന്റെ ഒരു ഭാഗമായ ഝാൻസിയുടെ മാർക്കറ്റിൽ കൂടിയാണ് കേട്ടോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈവേന്ന് കുറച്ച് മാറി ഒന്ന് നോക്കിയതാണ് എന്താണ് പരിപാടികൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന്റെ മാർക്കറ്റ് സംഭവങ്ങളുണ്ട്. വണ്ടി ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് ഒന്ന് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ എന്നുള്ളത്. എൻ്റെ മൊബൈലിനൊരു ചെറിയ അനുസരണക്കേട്, അതിൻ്റെ ബ്ലൂടൂത്ത് വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കട കണ്ടു ഝാൻസിയിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചിട്ടാണ് എന്താണ് എൻ്റെ കംപ്ലൈൻറ്റ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതൊന്ന് നോക്കട്ടെ കേട്ടോ. നമ്മൾ ഇവിടെ വന്ന പർപ്പസ് നടന്നില്ല. സംഭവം കട വലുതാണെങ്കിലും ഇവരുടെ അടുത്ത് ഈ റിമോട്ട് സംഭവം ഇല്ല. അപ്പോൾ അത് കാരണം നമ്മൾ തിരിച്ചു പോവാണ്. വേറെ ഇനിയിപ്പോൾ വല്ല സ്ഥലത്തും വല്ല കടകൾ കാണുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം എവിടെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മേടിക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ഒരു ടൗണിൽ വന്നതാണ്. ടൗണിൽ വന്നു കഴിഞ്ഞപ്പോൾ നിറച്ചും പച്ചക്കറി കച്ചവടം, പിന്നെ ഇവിടെ ഒരു മുട്ടയുടെ പരിപാടി. ഇവിടെ മുട്ട എന്തൊക്കെയോ ഓംപ്ലേറ്റും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ബോയിൽഡ് എഗ്ഗ് 2 തരാൻ പറഞ്ഞിട്ടുണ്ട്, സോൾട്ടൊക്കെ ഇട്ടിട്ട്. ദോ ചായേ ദോ ബോയിൽഡ് എഗ് ദോ. അപ്പോൾ അവൻ എന്തൊക്കെയോ ഉപ്പും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പരിപാടി എന്നുള്ളത് അറിയില്ല. ഞാനിത് എന്താ പരിപാടി എന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ എന്തിട്ടാണ് മെയിൻ മുട്ടയും കൊണ്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കണമല്ലോ. പച്ചക്കറി ഇവിടെയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ പച്ചക്കറി അങ്ങനെയുള്ള പരിപാടികളാണ്. കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മാർക്കറ്റ് സെറ്റപ്പ്. അങ്ങനെ ഝാൻസിയിൽ, നമ്മുടെ ഉത്തർപ്രദേശിൻ്റെ ഝാൻസിയിൽ നമ്മളുടെ വണ്ടിയും നമ്മളും എത്തിയിരിക്കുകയാണ് മുട്ട കഴിക്കാനായിട്ട്. മുട്ട എടുത്താ अंडा रेडी है थोड़े से हैं 1 मिनट. 1 मिनट मुश्किल नहीं. മുട്ട കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവൻ അടുത്ത മുട്ട എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തൊരു ക്യാ ഡാൽത്തെ ഉസ്മേ സോൾട്ട് और क्या എന്ത് വേറെ സാധനങ്ങളുണ്ട്. കുറേ സാധനങ്ങളുടെ പേര് പറയുന്നുണ്ട്. തട്ട് എന്തായാലും ഇവിടുത്തെ ഒരു വെറൈറ്റി ആവട്ടെ.
ऑनियन प्याज കുറെ അതും ഇതൊക്കെ തട്ടിയിട്ട് തരുന്നുണ്ട്. ഇനി കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ഇതേ ഞാൻ എനിക്ക് പറഞ്ഞിട്ടുള്ള മുട്ട വന്നു. ഒന്നുമില്ല, കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് 2 സബോളയുടെ പീസ് അതിൻ്റെ മുകളിലിട്ടുണ്ട്. എന്തായാലും 8 രൂപ വരുന്നതിന് പറഞ്ഞു. എന്തായാലും ഇത് കഴിച്ചിട്ട് ബാക്കി കേസ്. അവൻ്റെ മുട്ട പൊരിച്ചു 3 കഴിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ദേ ഇവിടെ ഉണ്ട് വേറൊരു സംഭവം. എന്തോ പപ്സ് പോലത്തെ ഒരു സാധനമാണ്. അപ്പം ഞാൻ ഇത് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, ബൈക്ക് ചെയ്തോ. അപ്പോൾ ഈ ബൈയോടാണ് പറഞ്ഞിട്ടുള്ള ആൾ ഒരെണ്ണം പിടയ്ക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല. എന്തോ പപ്സ് ആണെന്ന് തോന്നുന്നു. പപ്സ് പോലത്തെ സാധനം പൊളിച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കാബേജ് തട്ടി. പിന്നെന്താണ്, അയ്യോ എന്തൊരു സാധനം ഒഴിക്കുന്നുണ്ട്. പുളിവെള്ളം കണ്ടാൽ തോന്നുന്നു. കുറച്ച് സോസ് മിക്സ് ചെയ്ത് എന്തൊക്കെയോ സാധനങ്ങൾ പിടച്ചുണ്ട്. ആകെ തവിട്ട് പിടിയൊക്കെ ഉണ്ട്. എന്താണെന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ല. ഇന്ന് എന്ത് പണി കിടക്കത്തൊക്കെയാ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാനത് കഴിച്ചോട്ടെ. അടിപൊളി സാധനം കേട്ടോ. ആലു പേട്ടിസ്റ്റാ എന്നിട്ട് പേര്. എന്ത് സാധനമായാലും നമ്മുടെ പപ്സില്ലേ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്തായാലും എനിക്കിഷ്ടമായി. അപ്പൊ ഇന്നത്തെ ഫുഡ് ഇത് മതി വെച്ചു. ഞാനിവിടെ ഒരു അരമണിക്കൂർ വണ്ടി നിർത്തിയപ്പോഴേക്കും സകല ആൾക്കാരും വണ്ടിയുടെ ചുറ്റും പൊതിഞ്ഞു. എന്നിട്ട് ഇത് എന്താ പരിപാടി, എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. ഇവനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നാട്ടാ മുട്ടക്കടയിലെ പയ്യൻ. അതേ ഇവൻ വന്നിട്ട് ഇവിടെ അവൻ്റെ കൂട്ടുകാരനെ പരിചയപ്പെടുത്തിയത്. അവൻ്റെ കൂട്ടുകാരൻ നിൽക്കണം. നമുക്ക് ഇവർ 2 പേരും അവൻ്റെ മുട്ടക്കട നമ്മൾ കണ്ടുപോകും. മുട്ട സാധനങ്ങൾ കൊടുക്കുക. മുട്ടയ്ക്ക് എടുത്ത് തന്ന ഇവനാണ് കേട്ടാ. ഇവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇവിടുത്തെ ഒരു ഫ്രൂട്ട്സ് കടയാണ്. കിത്തന ഉറുപ്പിയെ 50 per kg. കണ്ടില്ലേ, നല്ല പെട ഓറഞ്ച്. അവൻ വില കുറച്ച് കൊടുക്കാന്നുണ്ട്. എനിക്ക് ഇവൻ ഫ്രീ ആയിട്ട് ദേ ഇതൊക്കെ തന്നുട്ടോ. എന്താ പറയാ, കപ്ലങ്ങ സംഭവങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ. അപ്പൊ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. പഴം കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ ഇവൻ ഭയങ്കര പോസിറ്റീവ് നിൽക്കണേ യൂട്യൂബാന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തായാലും സാധനങ്ങളൊക്കെ തന്നു. അപ്പൊ നല്ല ആൾക്കാർ, നല്ലൊരു സ്ഥലം ജാൻസി. അപ്പൊ എന്തായാലും നമുക്ക് ഇതേ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്ത് എല്ലാ കടകളിലൊക്കെ കയറി മെല്ലെ കയറി ഇറങ്ങി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ പോരാണ്. ജാൻസി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്ന് ഫുഡ് കഴിച്ച് ഇവിടുത്തെ സ്ട്രീറ്റ് കൂടെയൊക്കെ കുറച്ച് നേരം ഇറങ്ങി നടന്ന് കാര്യങ്ങളൊന്നും ഭംഗിയായി, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ കാണാനുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ജാൻസി റാണിയില്ലേ, അതിൻ്റെ കോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് വൈകുന്നേരം ആയതുകൊണ്ട് അടച്ചു. ഇനി നാളെ രാവിലെയാണ് തുറക്കുള്ളൂ. പക്ഷേ കോട്ടകളും കാര്യങ്ങളും കാണാൻ എനിക്ക് പൊതുവേ ഒരു താല്പര്യക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കാണാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓൾ ഇന്ത്യ ട്രിപ്പിൽ മുഴുവൻ എന്താ പറയുക കോട്ടകൾ തന്നെയായിരുന്നു കണ്ടതെന്ന് പറയില്ലേ. നമ്മൾ ഗോവയിൽ നിന്ന് പിടിച്ച കോട്ട കാണൽ ഗോവയിലും പിന്നെ എവിടെയാണ് ഡൽഹിയിലും ആഗ്രയിലും എന്ന് വേണ്ട ഫുൾ സ്ഥലത്ത് ജയ്പൂര് ഇവിടെ ഒക്കെ കോട്ടകൾ കണ്ട് മടുത്തു, മൈസൂര് മുതൽ. അപ്പോൾ അത് കാരണം ആ കോട്ട കാണുന്ന പരിപാടി ഞാൻ യൂട്യൂബിൽ കണ്ടു നോക്കിയപ്പോൾ അതേ സെയിം തന്നെ ഏതാണ്ടൊക്കെ. അപ്പം ഞാനത് കാണണ്ടാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇവിടുന്ന് ജാൻസി എന്ന് പറഞ്ഞ നഗരത്തോട് വിട പറഞ്ഞ് നീങ്ങുകയാണ്. ഇനി പോണ വഴിക്ക് അപ്പോൾ ഫുഡ് സ്ട്രീറ്റ് ഫുഡാണ് കഴിച്ചത്. ഇന്നിപ്പോൾ കഴിച്ചത് ഇത്ര മതി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എവിടെയാണ് അടുത്ത സ്ഥലം എന്ന് വെച്ചാൽ നോക്കിയിട്ട് അവിടെ പമ്പോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ടോൾ ഗേറ്റോ പമ്പോ ടോൾ ഗേറ്റോ എവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നോക്കി നോക്കട്ടെ. അപ്പോൾ കിടക്കാനുള്ള സെറ്റപ്പ് എവിടെയാണെന്നുള്ളത് അറിയില്ല. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ഒന്നും ബാക്കി വയ്ക്കണ്ട. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ 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 ബൈ.